പൂമരങ്ങളും പുലിവള്ളികളും. കേരള ലളിതകലാ അക്കാദമിയിൽ 2 അമ്മമാരുടെ ദ്വയാംഗ ചിത്രപ്രദർശനം നടന്നു. തികച്ചും വേറിട്ടു നിന്നൊരു കാഴ്ചയായിരുന്നു. ദേവു അമ്മയുടെയും മാധവി അമ്മയുടെയും ജീവിതത്തിൽ ഉണ്ടായ അസാമാന്യമായ അനുഭവജ്ഞാനമാണ് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തുടങ്ങിയ ചിത്രരചനകൾ മനുഷ്യരും വൃക്ഷങ്ങളും ചെടികളും പക്ഷികളും സംഭവങ്ങളും ചരിത്രവും ദിവ്യമൂർത്തികളും ഓർമ്മകളും അടങ്ങിയ ദൃശ്യതയാണ് ഇവിടെ നിറം ചാർത്തിയിരിക്കുന്നത്. കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും ഗ്രാമഭംഗി തുളുമ്പുന്ന വർണ്ണരചനകൾ. കലയും സ്ത്രീയും തൊഴിലിടങ്ങളും തമ്മിലുള്ള കൂടിച്ചേരലാണ് ഈ അമ്മമാരുടെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാധവി അമ്മ എത്ര കാലങ്ങളായി ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ വരക്കാൻ തുടങ്ങിയിട്ട് ഒരു 56 വയസ്സിന് ശേഷമാണ് ചിത്രത്തിലേക്ക് വന്നിട്ട്.
അപ്പൊ അതിനു മുമ്പേയൊക്കെ എന്റെ ഭർത്താവിന് കുറച്ച് വരക്കാൻ അറിയാം. പെൻസിൽ കൊണ്ടാണ് അന്ന് ഭർത്താവൊക്കെ വരച്ചത്. അതിനുശേഷം എനിക്ക് 3 കുട്ടികളായി. വിനോദ്, പ്രസാദ്, സന്തോഷ്. അപ്പൊ അവരെ ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അമ്മക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ SSLC വരെ പഠിപ്പിച്ചു. അവര് ചിത്രത്തില് മിടുക്കന്മാരായിരുന്നു. അന്ന് സ്കൂളിലൊക്കെ പ്രൈസ് അവർ വാങ്ങിയിരുന്നു. അതുപോലെ പിന്നെ KGT, KGC ഇതൊക്കെ പരീക്ഷയൊക്കെ എഴുതി ഇവിടെ ഫൈൻ ആർട്സിൽ വന്നു. ഇവിടെ പഠിച്ച് ഇപ്പൊ എന്റെ മൂത്ത കുട്ടിക്ക് ഒരു 50 വയസ്സായി. ഇപ്പൊ പുരസ്കാരമൊക്കെ കിട്ടാൻ തുടങ്ങി. മറ്റുപേര് 2 പേരും ആർട്ട് വർക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ 2005 പെട്ടെന്ന് അവരുടെ അച്ഛൻ അറ്റാക്കായി പെട്ടെന്ന് മരിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല അവര്. അപ്പൊ അവരെ പിന്നീട് ഇങ്ങനെയൊക്കെ ആയി അവരെ കല്യാണം കഴിപ്പിച്ച് ഇപ്പൊ എന്ന് പറഞ്ഞാല് എനിക്ക് അതിനുശേഷം ഉറക്കൊക്കെ വരില്ല. ഈ ഭർത്താവ് പെട്ടെന്നുള്ള ഒരു വരണല്ലേ, 2005 അറ്റാക്ക് വന്ന് അങ്ങനെ മരിക്കുന്നതാണ്. അപ്പോ ആ സമയത്താണ് ഞാൻ ഈ ചിത്രത്തിലേക്ക് വരുന്നത്. അപ്പൊ വിരഹവേദനയിലാണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. പിന്നീട് എനിക്ക് പുറത്ത് പണിക്ക് പോകാൻ പറ്റിയില്ല. വീട്ടു ജോലികളെ ഒക്കെ എടുത്ത് ഈ കുട്ടികളെയൊക്കെ നോക്കി അവരെ വളർത്തി. പിന്നെ രാത്രി ഉറക്ക് വരാത്ത സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് ചിത്രം വരച്ചാലോ, എനിക്കും വരക്കാൻ പറ്റും. അങ്ങനെയാണ് പെന്നൊക്കെ എടുത്ത് ഞാൻ ഒരു 500ഓളം ചിത്രങ്ങൾ ഞാൻ വരച്ചു. ബുക്കിൽ വരച്ചു, പെൻസിൽ കൊണ്ട്. അങ്ങനെ അപ്പോ നാട്ടിലൊക്കെ അറിഞ്ഞു. എന്റെ മക്കളും അറിയില്ല അങ്ങനെ അമ്മ വരക്കുന്നുണ്ട്. കുറെ ചിത്രം ആയിട്ടാകുമ്പോ എന്റെ മക്കൾ അറിയുന്നത്. പിന്നീട് അവര് നോക്കുമ്പോ പറഞ്ഞു അമ്മക്ക് ഈ ക്യാൻവാസ് ഒക്കെ വാങ്ങിക്കൊടുത്താലും അമ്മക്ക് വരക്കാൻ പറ്റും, നമ്മളെക്കാട്ടിയും അങ്ങനെ അമ്മ വരക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ എനിക്കൊരു പേടിയാണ്. അങ്ങനെ ഇപ്പൊ ക്യാൻവാസിലൊക്കെ വരക്കലും ഒക്കെ പേടിയുണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാരൊക്കെ അറിഞ്ഞു അമ്മ വരക്കുന്നത്. അതുപോലെ പത്രക്കാരൊക്കെ അറിഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നാട്ടിലൊക്കെ ഞാൻ പഠിക്കുന്ന സ്കൂളില് പിന്നെ ക്ലബുകളിലൊക്കെ എക്സിബിഷൻ വെക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു പ്രോത്സാഹനം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടി. അതിനുശേഷം എന്റെ മകൻ പറഞ്ഞു അമ്മേ ഫേസ്ബുക്കിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കട്ടോ, നിങ്ങൾ 4 ചിത്രം പെയിന്റിങ് ഇട്ട് കൊടുക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേണ്ടാന്ന് ആദ്യം ഞാൻ പറയുന്നു. എന്നാൽ എന്റെ മകൻ ഫേസ്ബുക്കിലിട്ട് ഇത്രയും ആൾക്കാർ എനിക്കൊരു സപ്പോർട്ട്, ഇതിനുള്ള ഒരു സപ്പോർട്ട് എനിക്ക് തന്നു. എത്രയോ ആൾക്കാരെ വിളിച്ച് അംഗീകാരം എനിക്ക് കിട്ടി. അതിനുശേഷമാണ് അമ്മ ഈ ലളിതകലാ അക്കാദമിക്ക് നിങ്ങൾ 4 ചിത്രം അയച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്റെ മകൻ അയച്ചു കൊടുക്കുന്നത്. അവരത് ലളിതകലാ അക്കാദമി തെരഞ്ഞെടുത്ത് പിന്നെ ഒരു ഗ്രാൻഡ് നമുക്ക് തരുന്നുണ്ട്. അതില് ഒന്ന് കാസർഗോഡ് മാധവി ഞാനാണ്, രണ്ടാമത്തത് പാലക്കാട് നെന്മാറ ദേവ്. ഈ അമ്മമാരുടെ കൈകൾക്ക് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്താൻ സാധിക്കട്ടെ.